ഇന്ന് നമ്മൾ വറ്റൽമുളക് വെച്ചിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് ചെയ്യുന്നത്. നാടൻ റെസിപ്പിയാണ്. അതിനായിട്ട് എണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു പിടി ചെറിയുള്ളി എടുക്കുക. ചെറിയുള്ളി നല്ലോണം കളർ മാറുന്നത് വരെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട, 2 എണ്ണം മതി. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-8 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇട്ടിട്ടുള്ളത്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കൂടുതലാണെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കാം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞൊന്ന് വരണം. എല്ലാം ഒന്ന് കളർ മാറി ഒന്ന് സോഫ്റ്റായി വരണം. ഇനി നമ്മളത് തണിഞ്ഞതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. 2 പ്രാവശ്യം പൾസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ മുളകൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ടില്ലെങ്കിൽ അരഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക ലാസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു ടേസ്റ്റാണ്. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ഉള്ളിയും മുളകും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മണവും ചൂട് ചോറും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്വാദാണ്. ഉണ്ടാക്കി തന്നെ നോക്കണം. നാടൻ റെസിപ്പിയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.